ഇന്നൊരു ലേസി ഡേ ആണ് കേട്ടോ. ഇന്നലെ ഉത്സവമൊക്കെ കഴിഞ്ഞ് എൻ്റെ നല്ല ക്ഷീണം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല ലേറ്റ് ആയിട്ടാണ് കേട്ടോ എഴുന്നേറ്റ പാടെ തന്നെ ബ്രഷൊക്കെ ചെയ്ത് നേരെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അനന്തു നേരെ ഓഫീസിലേക്ക് പോയി കേട്ടോ. ഞാനതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ബെഡൊക്കെ റെഡിയാക്കിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അലക്കാൻ കുറേ ഡ്രസ്സ് ഉണ്ടായി. കാരണം ഉത്സവത്തിന് പോയപ്പിട്ടതും അങ്ങനെ കുറേ എൻ്റെ അന്തുൻ്റെയൊക്കെ ആയിട്ട് അങ്ങനെ ഞാനാണെങ്കിൽ ഓരോന്നും ഓരോരോ സെറ്റായിട്ടാണ് കേട്ടോ അലക്കുക. വൈറ്റ് വേറെ, അങ്ങനെ ഷർട്ട് വേറെ, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി ഇതേ വാഷിംഗ് മെഷീനിൽ അലക്കാനൊക്കെ ഇട്ട്. അപ്പോൾ അമ്മച്ചിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കല്യാണമോ വേറെ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ അതിനൊക്കെ പോയേക്കായിരുന്നു. പിന്നെ അച്ഛനാണെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനും ഇതുപോലെ പുറത്ത് എവിടെയോ പോയേക്കായിരുന്നു, ഇപ്പോൾ വന്നുള്ളൂ. അപ്പം ഞാനെന്തേ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ അച്ഛൻ്റെ ഒപ്പം. അപ്പം അതേ ഉത്സവവും പിന്നെ അതേപോലെ പെരുന്നാൾ, വിഷു അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തലേ ദിവസത്തെ ഫുഡ് തന്നെ ഇരിക്കുമല്ലോ പിറ്റേ ദിവസവും. അങ്ങനെ നല്ല ബീഫ് ഫ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബീഫ് ഫ്രൈ ആണെങ്കിൽ പിറ്റേ ദിവസം ആയപ്പോഴേക്കും ടേസ്റ്റ് കൂടിയിട്ടാ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇതേ അമ്മച്ചി വന്നത്. അപ്പോൾ അമ്മച്ചി പറഞ്ഞാൽ എനിക്കും കൂടെ ഒരു ആയതാണ്. അങ്ങനെ ഒരു പിടി ഇതേ അമ്മച്ചിക്കും കൊടുത്ത്. പിന്നെ അങ്ങനെ അതേ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എന്തേ കുറച്ച് തുണിയൊക്കെ ഉണങ്ങിയതുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം എടുത്ത് അകത്തൊക്കെ ഇട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയി കുളിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു വന്ന്. അപ്പം നോക്കിയപ്പോൾ ആണെങ്കിലോ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ ഐസ്ക്രീം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ഫ്ലേവർ സ്പാനിഷ് ഡിലൈറ്റ് ആയിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് ടി വി ഒക്കെ കണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ കുറേ സമയം അങ്ങനെ കളഞ്ഞ്. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. ഓക്കേ, ബൈ, ടാറ്റാ.